മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് 79ാം പിറന്നാളാണ്. എവിടെയും പതറാത്ത നിലപാടും ഉറച്ച രാഷ്ട്രീയ ബോധവുമാണ് പിണറായി വിജയനെ സമകാലിക കേരള രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത നേതാവാക്കുന്നത്. പിണറായി വിജയന് മാത്രം സാധ്യമായ രാഷ്ട്രീയ അപൂർവതയെക്കുറിച്ച് ഈ പിറന്നാൾ ദിനത്തിലല്ലാതെ മറ്റെന്നാണ് പറയേണ്ടത്? പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഐക്യ കേരളത്തിൽ ആദ്യമായി ഒരാൾ കാലാവധി തികച്ച് വീണ്ടും അധികാരത്തിന്റെ അമരത്ത് അവരോധിക്കപ്പെടുന്നു. മുണ്ടയിൽ കോരന്റെയും ആലക്കണ്ടി കല്യാണിയുടെയും ഇളയ മകൻ വിജയൻ കോരൻ എന്ന പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയത് ഇന്നോളം മറ്റാർക്കുമാകാത്ത അപൂർവത. വി.എസ്. അച്യുതാനന്ദനും നായനാർക്കും കരുണാകരനും ഉമ്മൻചാണ്ടിക്കും എന്തിന് സാക്ഷാൽ ഇ.എം.എസിന് പോലും സാധിക്കാത്ത നാഴികക്കല്ല്. പിണറായി വിജയനായ ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഒഴുക്കിനെതിരെ നീന്തി മറുകര തേടുന്നതാണ് പിണറായി വിജയന്റെ ശീലം. സമാനതകളില്ലാത്ത സംഘാടകനും കാര്യശേഷിയുള്ള ഭരണാധികാരിയുമെന്ന വിശേഷണത്തിൽ നിന്ന് കേരളത്തിന്റെ കപ്പിത്താൻ എന്ന പരിവേഷത്തിലാണ് ദുരിതങ്ങളുടെ പരമ്പരക്കാലത്ത് കേരള ജനതയ്ക്ക് മുന്നിൽ പിണറായി വിജയൻ നിറഞ്ഞു നിന്നത്. ആ ആത്മധൈര്യത്തിന് കേരളം പകരം നൽകിയതാണ് ചരിത്രം തിരുത്തിയെഴുതിയ തുടർഭരണം. ഇവിടെ കോൺഗ്രസ് അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ബി.ജെ.പിയുമായും സംഘപരിവാറുമായും വലിയ തോതിലുള്ള അനാവശ്യ ചങ്ങാത്തം അത് രാഷ്ട്രീയ കൂട്ടുകെട്ടിലേക്കും ധാരണയിലേക്കും എത്തിക്കുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലും കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഒരേയൊരു താരപ്രചാരകനെ ഉണ്ടായിരുന്നുള്ളൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചെല്ലുന്നിടത്തെല്ലാം ആളും ആരവവും. രാഷ്ട്രീയത്തിന്റെ അകംപൊരുൾ അറിഞ്ഞുള്ള പ്രയോഗങ്ങളുമായി നിറഞ്ഞു നിന്ന പ്രചാരണ രംഗം. കേരളത്തിലെ ജനപ്രിയ രാഷ്ട്രീയ ബിംബമായി പിണറായി വിജയൻ തലയെടുപ്പോടെ തന്നെ നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രചന്ദ്രന് എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. ജനനായകന് റിപ്പോർട്ടറിന്റെ ജന്മദിനാശംസകൾ. റിസർച്ച് ഡെസ്ക്, റിപ്പോർട്ടർ.